ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മൾ പുട്ട് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സാമാന്യം വലുപ്പത്തിലുള്ള ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചുമന്ന നിറമൊന്നും വേണ്ട, ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ ഒരു 3-4 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ട് റെസിപ്പിയാണിത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 തേങ്ങ ചിരകിയെടുത്ത് പാലെടുത്തതാണ്, 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി കുറച്ചായി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പുട്ടുപൊടിക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പോലെ ആയി കാണും, പക്ഷേ ഒട്ടും പേടിക്കണ്ട. നല്ല മയത്തിലുള്ള പുട്ടുപൊടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം പുട്ട് വീണ്ടും ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വീണ്ടും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ പുട്ടുപൊടി ഈ രീതിയിൽ നമുക്ക് പുട്ടു മേക്കറിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം തേങ്ങ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റായിരിക്കും. ഓൾറെഡി ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു 3 കഷ്ണം പുട്ടാണ് ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതേപോലെ സ്റ്റീം ചെയ്യാൻ വെക്കണം. 1/2 കപ്പ് പുട്ടുപൊടി കൊണ്ട് ഏകദേശം 4 കഷ്ണം പുട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. 2 പേർക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ ഈ ഒരു 1/2 കപ്പ് പുട്ടുപൊടി മതി. ഇപ്പോൾ നമ്മുടെ പാൽപുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് കറിയൊന്നും വേണ്ട, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.